സംടൈംസ് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ കമൻസിനൊക്കെ റിപ്ലൈ തരാൻ വേണ്ടി കയറുമ്പോൾ സ്ഥിരമായിട്ട് കാണാറുള്ള കുറച്ച് കമൻസ് ആണിത്. 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിക്കുമോ, അതുപോലെ ഒരുമിച്ച് മുന്നേറുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതല്ലെങ്കിൽ ചാനൽ പ്രൊമോഷൻ ചോദിച്ചിട്ടും സബ് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓൾസോ ഇതുപോലത്തെ മെസ്സേജസ് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ DM ആയിട്ടും കിട്ടാറുണ്ട്. ആൻഡ് ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം DMs എല്ലാം വായിക്കാറുണ്ട്. ബട്ട് ചിലതിന് മാത്രമേ ഞാൻ റിപ്ലൈ കൊടുക്കാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിപ്ലൈ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ ചിലർക്ക് ഒരു കമൻറ്റ് ഇട്ടാലൊന്നും സമാധാനമാവില്ല, അവർ 10-15 സെയിം കമൻറ്റ് തന്നെ ഇടും. ആൻഡ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ കമൻറ്റ്സ് ഇഷ്ടമല്ല. ഞാനിത് ചെയ്യുന്ന ആൾക്കാരെ കുറ്റം പറയല്ല, ഞാൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ വീഡിയോ എന്തുകൊണ്ട് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഒരു കമൻറ്റ് നിങ്ങൾ ഇടുമ്പോഴും ഇവിടെ അപ്ലൈ ആവുന്നത്. ഇപ്പം നിങ്ങൾ 1K സബ്സ്ക്രൈബേഴ്സ് ആവാൻ സഹായിക്കുമോ എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന റിപ്ലൈ ഏകദേശം ഇതുപോലെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് നിങ്ങളുടെ ചാനലിൽ ഒരു ഗുണം ഉണ്ടാവില്ല, മറിച്ച് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടോ നിങ്ങളുടെ പേഴ്സണാലിറ്റി കണ്ട് അട്രാക്റ്റ് ആയിട്ടോ ഒന്നുമല്ല അവർ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണത്, മറിച്ച് അവർക്ക് ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി, നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി, രണ്ടുപേരും ഹാപ്പി. ഇനി ഈ കിട്ടിയ സബ്സ്ക്രൈബർ നിങ്ങളുടെ വീഡിയോസ് വല്ലതും കാണുമോ? അതുമില്ല. അപ്പം തന്നെ ചിലവർ ഇങ്ങനെ ചോദിക്കും, ഇത് വാച്ച് ടൈമിനെ പറ്റിയിട്ടല്ല ബ്രോ, ഇത് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ എത്രത്തോളം ആക്റ്റീവ് ആണ് എന്നതിനെ പറ്റിയിട്ടാണ്. എത്രത്തോളം അവർ നിങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, അത്രത്തോളം നിങ്ങളുടെ ചാനലിന് നല്ലതാണ്. നൗ ടെൽ മീ, ഇങ്ങനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ട് വരുന്ന ഒരാൾ ഇതൊക്കെ ചെയ്യുമോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് അറിയോ? യൂട്യൂബിന് അതിൻ്റെതായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ സിസ്റ്റം ഉണ്ട്, ഒരു അൽഗോരിതം ഉണ്ട്. അത് നിങ്ങളുടെ വീഡിയോസ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അൽഗോരിതം ഏറ്റെടുത്തിട്ട് അതിന് വേണ്ട ആൾക്കാരിലേക്ക് അത് സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് 0 സബ്സ്ക്രൈബേഴ്സ് ഉള്ളെങ്കിലും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും യൂട്യൂബ് അത് ചെയ്യും. നിങ്ങൾക്ക് ഒരു പ്രൊമോഷനും വേണ്ട. ബട്ട് ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഇല്ല, ഇതെങ്ങനെ യൂസ് ചെയ്യാന്നൊരു ഐഡിയ ഇല്ല, ഇതെങ്ങനെ നമുക്ക് അഡ്വാൻറ്റേജ് എടുക്കാന്നുള്ളൊരു ഐഡിയ ഇല്ല. എന്നിട്ട് അവർ ക്വാളിറ്റി കുറഞ്ഞ വീഡിയോസ് ചെയ്തിട്ട് അതിന് വെറുതെ ഒരു ടൈറ്റിലും തംബ്നെയിലും കൊടുത്തിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്യും. പോസ്റ്റ് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് ഗ്രോത്ത് ഉണ്ടാവുന്നില്ല എന്ന് കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് ആവും. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ സബും ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ഇടാൻ തുടങ്ങും. അപ്പൊ ശരിക്കുള്ള പ്രശ്നം അവരുടെ കണ്ടന്റിൽ തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഇനി നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യോ പ്രൊമോട്ട് ചെയ്യോ എന്ന് ചോദിച്ച് അയക്കുന്ന കമന്റ്സിൽ മിക്ക കമന്റ്സും യൂട്യൂബ് റിമൂവ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയോ? യെസ്, യൂട്യൂബിന് ഇങ്ങനത്തെ കമന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന കമന്റ്സിൽ മിക്കതും ആൾക്കാർക്ക് കാണാൻ തന്നെ പറ്റില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ കമന്റിൽ എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടെങ്കിലും ആ കമന്റ് യൂട്യൂബ് ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഏതെങ്കിലും ഒരു ക്രിയേറ്ററിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ യൂട്യൂബിൽ കമന്റ് ഇടേണ്ട രീതി എന്നൊന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ 1K ആവാൻ സഹായിക്കുമോ, പ്രൊമോട്ട് ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം നിങ്ങൾ ആ കണ്ട വീഡിയോനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരുടെ കമന്റ് സെക്ഷനിൽ. നിങ്ങളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അവരുടെ ക്വസ്റ്റ്യനുള്ള സൊല്യൂഷൻസ് കൊടുക്കുക, അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുക. പക്ഷേ ഇങ്ങനത്തെ കമന്റ്സിൽ ഒരു കോൾ ടു ആക്ഷനും പാടില്ല. അതായത് ഇന്റെ ചാനൽ ഇതാണ്, ഇന്റെ ചാനൽ അതാണ്, ഈ ലിങ്ക് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കൊടുക്കരുത്. ജസ്റ്റ് പ്രൊവൈഡ് വാല്യൂ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ആയിട്ട് സാമ്യമുള്ള ചാനൽസിലെ കമന്റ് സെക്ഷനിൽ പോയിട്ട് ഇങ്ങനെ വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നാൽ ആൾക്കാരും എല്ലാം നിങ്ങളെ നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നിങ്ങൾക്ക് റിയൽ ഗ്രോത്ത് ഉണ്ടാവുക. പക്ഷേ ആ റിയൽ ഗ്രോത്ത് വളരെ മെല്ലെ നടക്കുള്ളൂ. അതുകൊണ്ട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചോദിച്ചിട്ട് ഫേക്ക് ഗ്രോത്തിലേക്ക് പോകും. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഒരു ക്രിയേറ്ററിനോട് ചോദിക്കാൻ, ഒരു കമൻറ്റോ മെസ്സേജോ ആയിട്ട്. അപ്പോൾ അതിന് റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ആ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക യൂട്യൂബേഴ്സും ഒരു സ്പെസിഫിക് ടൈമിലാണ് ഈ കമൻറ്റ്സ് റീഡ് ചെയ്തിട്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. ഞാൻ രാത്രി 7 to 8 ഇത് ചെയ്യാറ്. ആ സമയത്ത് നിങ്ങൾ ആവശ്യമില്ലാതെ ഹായ് ബ്രോ, ഒരു ഡൗട്ട് ഉണ്ട്, റിപ്ലൈ തരുമോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ഡൗട്ട് ചോദിക്കൂ, ഞാൻ റിപ്ലൈ തന്നോളാം. അത് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ആണെങ്കിലും യൂട്യൂബ് കമൻറ്റ്സ് ആണെങ്കിലും. ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എപ്പോഴും ഒരു ഓഡിയോ നോട്ടായിട്ട് വിടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. എന്നെ പോലെ റിപ്ലൈ തരുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ക്രിയേറ്റർ ആണെങ്കിൽ അവർ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരും, തീർച്ചയാണ്. ആൻഡ് ഈ ചാനലിന്റെ എബൌട്ട് പേജിൽ പോയാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മെസ്സേജ് ചോദിക്കാം. ഡോണ്ട് ഫോർഗെറ്റ് ടു ഫോളോ മീ ദർ. ഇനി എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യരുത് എന്ന് പറയാൻ കാരണം അതറിയണമെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യൂ. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കമൻറ്റ്സ് മാത്രമേ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തുള്ളൂ. ഇത് ഇങ്ങനത്തെ കമൻറ്റ്സ് ഒക്കെ എനിക്കും ക്രിയേറ്റേഴ്സിനും നല്ല ഇഷ്ടമാണ്.